പറയുന്നു. ഈ സമയത്തിൽ ദൈവദാസനക്ക് കൊടുത്ത ഈ സമയത്തെ നോക്കി നാം ദൈവത്തിന് നന്ദി പറയുന്നു. സഭയോടുള്ള എല്ലാ ബന്ധത്തിലും നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ വേളയിൽ നമ്മ ധ്യാനിക്കാൻ ഈ വചനത്തിലിരുന്ന് ചില കാര്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നു. ആമേൻ. ഇതിൽ 1 മുതൽ 7 വചനത്തിൽ നമുക്ക് കാണാൻ പഠിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതും தேவனுடைய மக்கள் தலைமுறைகள் தேவனை மகத்துவப்படுத்துனதும் ஜனங்கள் தேவன் நாமத்தை மகிமைப்படுத்தும் பாடுகையான காரியம் 7 വചനങ്ങൾ കാണുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ 8-13 വര വചനങ്ങൾ നമ്മുടെ ദേവൻ യാരാണ്, നമ്മുടെ ദേവൻ യാരാണ് പറഞ്ഞിട്ട് 8 മുതൽ 13 വചനം വരെ അതിൽ പറഞ്ഞിട്ടുണ്ട്. 12 21 வரை உள்ள வசனம் நம்ம ஆராதிக்கிற தேவன் எப்படிப்பட்டவரான். ஹல்லேலூயா. அருமையான தேவ ஜனமே, ഇവിടെ நம்ம இருக்கிறது நம்மளுடைய കഴിവിனால அல்ல. ആരാധിക്കുന്ന ദൈവ മക്കൾക്ക് നാം പറയാൻ ഒരേ ഒരു കാര്യം മാത്രം, ശരീരത്തിലെ എത്ര ക്ഷീണം എത്ര കാര്യം വന്നാലും മാറി നിൽക്കുന്നതല്ല ആത്മീകൻ. അത് ദാവീദുക്ക് നിങ്ങൾക്ക് അറിയില്ലേ, ഏത് സമയം വന്നാലും ഏത് പ്രശ്നങ്ങൾ നടുവിൽ നിന്നാലും അവൻ ദൈവനെ മാത്രം നോക്കി നിന്ന് ആരാധിക്കുന്ന വ്യക്തിയാണ് ഇവൻ. ഇത് വചനം പഠിക്കുമ്പോൾ ദൈവൻ എന്നെ ഓർപ്പിച്ച ഒരു കാര്യം, അവൻ സിംഹാസനത്തിൽ അമർന്ന് അവൻ ആലോചിക്കുകയാണ്, നമ്മളുடைய തലമുറകൾ എങ്ങനെ വന്നു, എപ്പടിയൊക്കെ ദൈവം നമ്മളെ നടത്തി, ആ വിധങ്ങളെ ഓർത്തുകൊണ്ട് അവൻ ദൈവം സ്തുതിക്കുകയാണ്. ആമേൻ. എപ്പോൾ അവൻ ആട് മേച്ചിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ഇടയനാണ്. അവൻ ആടൊക്കെ അവൻ മലയിലും കാടുകളിലും വനാന്തരത്തിൽ ഓടി അവൻ കൊണ്ടുപോകുമ്പോൾ അവൻ ദൈവനെ സ്തുതിക്കാൻ ഇടയപ്പെട്ട് നമുക്ക് അറിയും. ആമേൻ. എന്നാലും അവൻ തന്നോട് രാജ്യ പദവിയിൽ ഇരിക്കുമ്പോൾ അവൻ ഓർത്ത് നോക്കുന്നു, നമ്മളുടെ മുർപ്പിതാക്കൾ എങ്ങനെയാക്ക ഇവിടെ വന്ന് ചേർന്നത്, ഈ ദേശത്തിൽ എങ്ങനെയൊക്കെ വന്നത് കണ്ട് അവൻ എന്ത് ചെയ്തു, ഓർപ്പിച്ചു. ദൈവജനമേ, നമ്മൾ ഇവിടെ ഇരുന്ന് ഓർപ്പിക്കണം, നമ്മൾ ഏത് സ്ഥിതിയിലാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത്, ദൈവം നമ്മളെ ഇവിടെ വന്ന് കൊണ്ടുവന്ന് ഇരുത്തിയത്. ദൈവമക്കളെ, നമ്മൾ ഇരിക്കുന്നത് നമ്മളുടെ ഈ ഇഷ്ടത്തിന് പടിയല്ല, ദൈവനുடைய ഇഷ്ടത്തിന് നമ്മൾ നട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്താണ് ഈ സങ്കീർത്തനം നമ്മളുടെ അടുത്ത് പറയുന്നത് കണ്ടാൽ, അവൻ ദേവനെ സ്തുതിക്കുകയാണ്, മറ്റവർകളെ വിളിക്കുകയാണ്. நம் தேவன் எங்கன உள்ளையான் என்று சொல்லி அவன் தேவனை குறித்து அவன் பிரஸ்தாகப்படுத்த. ஆமென். அவன் யார் என்று நம் ஆராதிக்கிற தெய்வம் எப்படிப்பட்டவர் என்றும் அவருடைய வல்லமை எவ்வளவு பெரியதென்றும் அவன் ஜனங்களுக்கு சொல்லிக் கொடுக்கிறதோ, அவர்களை ஆராதிப்பதற்கோ தன் தலைமுறைகளுக்கு சொல்லிக் கொடுக்கிறதுமாய் காணப்படுகிற இந்த சங்கீதம். ஆமென். ஏனென்றால் ஆராதிக்கிறவன் ஸ்தோத்திரம் எந்த நிலையிலும் ஆராதிப்பான் என்று சொன்னேனே, உண்மையாய் சொல்றேன், ஆராதிப்பற சமயம் ஒரு பிரச்சனை இல்லை. ஆமென். ஏனென்றால் தாவீது சொல்ற, மானானது நீரோடைய வாஞ்சித்து கதறுவது போல என் ஆத்துமா உண்மையில் வாஞ்சித்து கதறுகிறது. எവിടെയാണ്? വനാന്തരത്തിലാണ്, ശൂന്യത இருக்கிற இடத்திലാണ് അവൻ ദേവനെ ആരാധിക്ക തുടങ്ങിയത്. ആമേൻ. தேவ மக்களே, நம் சூன்யத்தில் ஆராதிச்சால் தேவன் നമ്മളെ நல்ல സ്ഥലത്തിൽ ഇരുത്തും. ആമേൻ. ഈ സങ്കീർത്തനം അങ്ങനെ തന്നെ പറയുന്നു. ഒന്നുമില്ലാതെ വടിയും കോലുമായി പോയ 70 പേരെ കൊണ്ട് ദേവൻ മിശ്രദേശത്തിലേക്ക് കൊണ്ട് അയച്ചു. അവിടെ ലോകത്തെ ദൈവം ആശീർവദിച്ച് അവന്മാർ അവിടെ പെരുകാൻ തുടങ്ങുന്ന സമയത്തിൽ ഉണ്ടായതാക്കും ഈ വചനത്തിന്റെ പറയുന്നത്. ആമേൻ. 8 വചനം, കർത്തർ ഇറക്കമും അടുത്ത വചനം അവൻ കരുണ തോന്നുന്നു. ദൈവം പറഞ്ഞത് ആബ്രഹാമിന്റെ അടുത്ത് 400 വർഷം ജനം അവിടെ ഉണ്ടാവണം, അവിടെ നിന്ന് കൊണ്ടുവരും. അവന്റെ കരുണ എത്ര വലിയതാണ്. എന്തിനാണ് ഇത്ര വലിയ ദൈവം തൻ ജനത്തിற்கு കൊടുക്കാൻ വേണ്ട ദേശം എങ്ങനെ ഉണ്ടായിരിക്കണം? ദേവൻ അവിടെ മോവാബിയർ, എബൂസിയർ, കിൽക്കാഗിയർ ഇത്ര ആൾക്കാരെ വെച്ചിട്ട് ദൈവൻ ആ സ്ഥലത്ത് പണിഞ്ഞു. നമ്മളെ ഇപ്പോൾ ഒരു വീട് മേടിച്ചോ ഇല്ല, നമ്മൾ വേല സ്ഥലത്തിൽ இருக்காது, നമ്മളെ കഴിവല്ല, ദേവൻ നമ്മളെ ഇരുക്ക വെച്ചിട്ട് അവിടെ പണിഞ്ഞിട്ട് കൊണ്ടുപോയി ഇരുത്തിയത്.
എങ്ങനെ നിമ്മ അമ്മയ്ക്ക് ഉദരത്തിൽ ഉണ്ടായിരിക്കുമ്പോഴൊക്കെ ദൈവം നിന്നക്കായി ഉണ്ടാക്കി വെച്ചിരുന്നത്. ആ സമയത്തേക്ക് നമ്മൾക്ക് കിട്ടും. ആമേൻ. എന്താണ് ദൈവം പറഞ്ഞതുപോലെ 400 വർഷം കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയത്. ഇപ്പോൾ പോയി അത് ശൂന്യമായിട്ടുണ്ട്. നീ ജനം അവിടെ പോയെങ്കിൽ അവിടെ കഴിക്കാനാതെ ആകാരം നിന്നെ ആടുക്കും മാടുക്കും എല്ലാം അവിടെ കിട്ടും. നീ അവിടെ പോയിക്കോ. നീ ഇവിടെ വരുമ്പോൾ അവിടെ എങ്ങനെ ഉണ്ടായോ അതിൻ്റെ കാട്ടിൽ ശേഷമായ ദൈവം നിന്നെ ആസ്വദിക്കുന്ന നീ ഇവിടെ വരുന്ന സമയം തേൻ ഒഴുകുന്ന പാല് സ്തോത്രം ഒഴുകുന്ന ദേശത്തിൽ നിന്നെ കൊണ്ടുവരും. നീ ഇപ്പോൾ പോയിക്കോ. എന്താ ദൈവജനമേ, നമ്മൾ ഈ ദുഃഖകരമായ സമയത്തിൽ നടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കണം ദൈവം നമുക്ക് ഏതോ പണിയാണ്. അതന്നെ അവൻ 1-7 വചനം പറയുന്നത്. वचन पढ़िए, पहला दूसरा वचन पढ़ लीजिए. ഹല്ലേലൂയ. അവന് കസാരയിൽ ഇരുന്നിട്ടക്കം പറയുന്നത് എന്റെ ദൈവം എങ്ങനെയാണ്, എപ്പടിപ്പെട്ടവരാണ്. നന്നായിട്ട് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ആരാധിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ സ്റ്റാൻഡേർഡ് കാണാതെ ആരാധിക്കുന്ന ദൈവമക്കളാണ്. നമ്മളെ കളിവല്ല, നമ്മളെ കളിവൊക്കെ നോക്കി ഇവിടെ ഇരുന്നാൽ ദൈവം നമ്മളെ തട്ടി മാറ്റും. പിന്നെ അവൻ അതേപോലത്തെ തന്നെ എത്ര വലിയ രാജായാലും അവൻ സിംഹാസനം ഇരുന്നാലും എപ്പോഴും ദൈവത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന അവൻ വ്യക്തിയും ദൈവനെ മാത്രം ചാർന്ന് നിൽക്കുന്ന വ്യക്തിയുമായിരുന്നു. ഹല്ലേലൂയ. അതേപോലെ ദൈവജനമേ, ഈ വചനത്തിൽ അവൻ ദൈവം ചെയ്ത മഹത്വത്തെ നോക്കി പാർക്കുകയാണ്. തൻ തലമുറയിടത്തിൽ പറയുകയാണ്. അവൻ മുർപിതാക്കൾ ചെയ്തതൊക്കെ ഓർപ്പിക്കുകയാണ്. എന്തിനാണ്? ചില മറന്നുപോയ സാഹചര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഓർപ്പിക്കണം. അതാണ് ഈ വചന സംഗീതത്തിൽ അവൻ ഓർപ്പിച്ചത്. അതേപോലെ 8-13 വചനം നാം വായിത്തല്ലേ, നം ദൈവം യാറാണ്. ആമേൻ. നമ്മളെങ്കിൽ പറയട്ടെ, നം ദൈവം ഇറക്കമുള്ള ദൈവമാണ്. എന്തിനാണ്? 8ാவது വചനം പഠിയേ. കൃപയും ഉള്ള ദൈവം, കരുണയുള്ള ദൈവമാണ്. നമ്മ ദൈവം ആരാധിക്കുന്ന കരുണയുള്ള ദൈവം. അവനെ പോലെ ഒരു കരുണയുള്ള ദൈവം ഇവിടെ ഇല്ല. ഇന്ന് ഈ സമയത്തിൽ തണുപ്പടിച്ച കാലത്തിലും ഇവന്മാരെ കൊണ്ടുപോകുന്ന സാധനത്തെ നോക്കിയാൽ എപ്പോൾ ആരാധിക്കാൻ പോകുന്ന ആൾക്കാരെ നോക്കണം. തണുപ്പടിച്ച കാലത്തിൽ കുറേ പെട്ടിയിൽ വെച്ച് മറച്ച് കൊണ്ടുപോയി അത് ഒന്നില്ലാത്ത കണ്ണുണ്ട് കാണാതെ തൊണ്ടയിരുന്ന് ചെത്തം ഇടാതെ ദൈവത്തിന് മത്തിൽ പോയി ഇരുന്ന് ചെയ്യുന്ന കാര്യത്തെ നോക്കുമ്പോൾ അവരെ കാട്ടി നമ്മൾ വിശേഷിച്ചവരാണ്. ഹല്ലേലൂയ. അവர்களுക്കില്ലാത്ത ദയ നമുക്ക് കിട്ടിയത് നമ്മളുടെ കഴിവിനാലല്ല. നമ്മ എന്തിനു പറയാം, തമിഴില് പറഞ്ഞ ഇത്ര പരിശുദ്ധം ഒന്നില്ല നമ്മളിടത്തില്. നമ്മൾ പാവികളാണ്. അവിടെ ഇരുന്ന ഇടത്തില് ദൈവനുടെ കരുണ നമുക്ക് തോന്നിയതുണ്ടാക്കും ഇവിടെ ഇരിക്കുന്നത്. അവൻ പറയുന്നത് 2ാவது മകാ ഉരുക്കമുള്ള ദൈവം. അവൻ നല്ല സ്തോത്രം കളിവില്ലാത്ത മക്കൾക്ക് അവൻ എന്ത് ചെയ്യും? മനതുരുക്കുന്ന ഉള്ളം ദൈവം. 3ാമത്തെ കാര്യം നീടിയ ശാന്തമുള്ള ദൈവം. അവൻ കൃപയുള്ള ദൈവം. നമ്മ ആരാധിക്കുന്ന ദൈവം ഇങ്ങനെയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഭാഷ പറഞ്ഞത് ഒരു അപ്പ ഉള്ള ദൈവമല്ല. നമ്മ ആരാധിക്കുന്നത് നമ്മളെ കരുതുന്ന ദൈവം, നമ്മളെ നോക്കുന്ന ദൈവം, നമ്മുടെ എല്ലാ സ്ഥിതികളും നമ്മൾ അറിയുന്ന ദൈവം. അതാണ് ദൈവ മക്കളെ നാം ഇപ്പോൾ ഇരുന്ന് ആരാധിച്ച ആരാധനയിൽ അത് തന്നെ വെളിപ്പെട്ടു. ആമേ. നമ്മൾ പറയാൻ പറ്റും നമ്മ ആരാധിക്കുന്ന ദൈവം ജീവനുള്ളതാണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം ഇന്നർ നമ്മൾ പറയാൻ പറ്റും. പിന്നെ അവന്മാർ അങ്ങനെയില്ല. അതൊക്കെ മുൻപ് കണ്ടിട്ട് പേടിച്ച് വിറച്ച് നിന്നാക്ക അവൻ ആരാധിക്കുന്നത്. ഇവൻ അങ്ങനെയല്ല. നമ്മുടെ ദൈവം ആരാണ് പഠിച്ചു കൊടുക്കുകയാണ് തന്നെ തലമുറകൾ. ആമേൻ. അപ്പൊ ഇന്നൊന്ന് നാം ആരാധിക്കുന്ന ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? 7 കാര്യം പറയാ. അതില് 14ാவது വചനം പറയുന്നില്ലേ, വീഴുന്നവനെ കർത്തർ എന്ത് ചെയ്യുന്നു? മടങ്ങടിച്ചവനെ. എങ്ങനെയുള്ള ദൈവം. അടുത്ത് 3ാമത് കാര്യം, 3ാவது വചനം പഠിക്കുമ്പോ അത് 16 വചനം പഠിക്കില്ലേ, നീരുമത് കയ്യെ നീ എങ്ങനെയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അതേപോലെ അടുത്ത വചനം പഠിക്കേ,
ആ ദയാലുവുമാവുന്നു. ആ അടുത്ത വചനം. ഹല്ലേലൂയ. അടുത്ത വചനം. ഹല്ലേലൂയ. 21 വചനം വായിക്കും. ഹല്ലേലൂയ. കണ്ട, ദൈവം ദാവീദ് എവിടെ എഴുതിയാലും ദൈവനെ മഹത്വപ്പെടുത്തുന്ന വ്യക്തിയായി കാണും. അത് എന്തിനാണ്? ദൈവജനമേ, അവനക്കറിയാം ഞാൻ ഇടയനായിരുന്ന എന്നെ ദൈവം ഇവിടെ കൊണ്ടുവച്ചത് എൻ്റെ കഴിവല്ല. നമ്മൾ ഓർക്കണം. ഭാഷ 14வது വചനം പഠിക്കുമ്പോൾ எனக்குள்ள ഭയങ്കര ഒരു நம்ம தெய்வம் யாரானு നമ്മൾ കണ്ടിപ്പ ഉറപ്പിക്കുന്ന വചനമാണ് 14வது വചനം. അവൻ മടങ്ങടിത്തവൻ എന്ത് ചെയ്യുന്നു? വീണവനെ, വചനം പഠില്ലേ? വീണവനെ അവൻ താങ്ങുന്നു. ദൈവ മക്കളെ, വീണ നമ്മളെ താങ്ങിയില്ലെങ്കിൽ നമ്മൾ ഇന്നേരം മണ്ണോട് മണ്ണായി പോയിരുന്നു. പിന്നെ നമ്മളെ ദൈവം ഇത്രയും കരുതി 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 കൊണ്ടുവന്ന് ഒരു കാര്യത്തേക്ക് മാത്രം തന്നെ നമ്മുടെ പരലോകത്ത് രാജ്യത്തേക്ക് പോകണം. ഈ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒവ്വൊരു കാര്യം പറഞ്ഞാൽ എത്ര സമയം എടുക്കും? നമ്മ ദൈവം യാറാണ്, എങ്ങനെയാണ്? സ്തോത്രം. ഇത് നമുക്ക് എപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടാവണം. ഇത് എൻ്റെ കഴിവല്ല, ഇവിടെ ഇരിക്കുന്നത് എൻ്റെ കഴിവല്ല, ഇവിടെ വന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന എൻ്റെ കഴിവല്ല, ഞാൻ പണി ചെയ്യുന്ന സ്ഥലത്തിൽ ഞാൻ ആരാധിക്കുന്നത് എൻ്റെ സാമർഥ്യമല്ല, ദൈവം കൊടുത്ത സന്താനം എൻ്റെ കഴിവല്ല, എൻ്റെ ബലത്തിനാല വന്നതല്ല. അമ്മ എൻ്റെ തലമുറകൾ ദൈവം തന്നതാണ് നമ്മൾ ഓർപ്പിക്കണം. എന്തിനാണ്? ദാവീദ് ഏത് കാര്യത്തിൽ നിന്നാലും അവൻ ദൈവനെ മാത്രം ഓർക്കും. തന്നെ ചുറ്റി നിൽക്കുന്ന എതിരിയ മറ്റിയിലും അവൻ ദൈവനെ ആരാധിച്ചു. ദൈവമക്കളെ, தன்னுடைய மாமனார் துரத்தப்பட்ட தாவீது 400 பேரோடு இருந்த போது, அவன் 400 பேருடைய பிள்ளைகளும் எல்லாம் மாறி போன போதிலும் அவன் ஒருவரை மாத்திரம் நம்பி இருந்தான். கல்லெறியும் கூட்டத்திலே அவன் நடுவில் நின்று கர்த்தரை நோக்கி பார்த்தான். கர்த்தர் அவனுக்கு வழி திறந்தார். எத்தனை வலிய தெய்வம்! அவன் யாரையும் பார்க்காம, உலகமே உங்களுக்கு விரோதமாக எதிர்த்து நின்றாலும் ஆராதிக்கிற தேவனை மாத்திரம் சார்ந்து நின்றார். உங்களை கல் எறிய நிற்கிறவர்கள் மத்தியிலே தானே உங்களுடைய தலையை கர்த்தர் உயர்த்த வல்லவராக இருக்கிறார். அவ கர்த்தர் சொன்னார், நீ போ, உனக்கு உள்ளதை ஒன்றும் விடாதபடி நீ திருப்பிக் கொள்ளுவாய். ஏனென்றால் நீ என்னை சார்ந்து நின்றபடியால், நீ என்னை நோக்கி பார்த்தபடியால் நான் உனக்கு எல்லாவற்றையும் திருப்பி கொடுப்பேன். അതന്നെ നമ്മൾ നോക്കുന്ന, നമ്മൾ സാഗരത്തെ നമ്മൾ നോക്കിക്കൊണ്ടാക്കി ഇന്ന് ആരാധിക്കാൻ വരുന്നത്. ദാവീദ് ഇടത്തിൽ പറഞ്ഞാവും പറയും, എനിക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല, ഒരു വിഷയമില്ല. എൻ്റെ അച്ഛൻ എന്നെ കണ്ടില്ലെങ്കിലും, എൻ്റെ അമ്മ എന്നെ ഓർത്തില്ലെങ്കിലും, എൻ്റെ സഹോദരന്മാരെ എന്നെ വെറുത്ത് തള്ളിയെങ്കിലും എനിക്ക് ഒന്നും കാര്യമില്ല. അവന്മാരെ തള്ളിയതുണ്ടാക്കി ഇത്ര വലിയ സ്ഥാനം എനിക്ക് കിട്ടിയത്. അവന്മാർ വെറുത്തതുണ്ടാക്കും തള്ളിയതുണ്ടാക്കി ഇത്ര വലിയ സ്ഥാനം കിട്ടിയത് ദൈവം ഓർക്കുന്നത് പോലെ അല്ല. ഉന്റെ അമ്മ അപ്പൻ നോക്കുന്നത്, നിന്റെ പിള്ളേർ നോക്കുന്നത്, ഈ സമയത്തിൽ ഊട്ടി വളർക്കുന്ന നിന്ന പിള്ളേ നിന്റെ മാർബിൾ ചവിട്ടുമ്പോ നീ ഓർക്കണം, നാം ഇത്ര കൊടുത്തല്ലേ. ഇപ്പോൾ കൊടുക്ക വേണ്ടിയതാക്ക ദാവീദ് കൊടുത്ത് പറഞ്ഞ്. എങ്ങനെയാണ് എങ്ങനെ അവൻ എപ്പേർപ്പെട്ടവനാണ് തൻ തലമുറക്ക് പറഞ്ഞു കൊടുത്തു. ദൈവമക്കളെ, നമ്മ പിള്ളേകൾക്ക് നമ്മ ഒന്നും ചെയ്യണ്ട. എത്ര വലിയ പൈസ ഉണ്ടാക്കി വെച്ചാലും അവന്മാരെ നമ്മളെ ചവിട്ടി മിതിക്കും. വചനം പറഞ്ഞിട്ടുണ്ടല്ലേ, മത്തയി 24 പറഞ്ഞിട്ടുണ്ട്, ഈ സമയം ഇനി വരാൻ സമയത്തിൽ പിള്ളേരെന്ത് ചെയ്യും? അമ്മയെ കൊണ്ടുപോയി മുതിരുള്ളത്തിൽ ചേർക്കും, ഇല്ലയോ? ഞാൻ പറയും, ദൈവജനമേ, ദാവീദ് അറിയും അതുണ്ടാക്കും മക്കളെ ചാറ് നിൽക്കാത്തത്. അബ്സലോം അവനെ തുരത്തി, സകല ദേശത്താറും അവനെ തുരത്തിയപ്പോൾ അവൻ ദേവനെ മാത്രം ചാർന്ന് നിന്നു. ആ സ്ഥലത്തിൽ താനേ വന്ന് അവൻ ഇരുന്നു. എന്തിനാണ്? അവൻ ആരാധിക്കുന്ന ആരാണ് അവൻ ഉറപ്പിച്ചതാണ്.
അല്ല, അത് തന്നെ 14ാമത്തെ വചനം. കർത്തർ വിലുകുന്നവനെ താങ്ങും, അല്ലേ? ഉറക്കെ പഠിക്ക് സിസ്റ്ററെ. ആ പഠിയേ. ഹല്ലേലൂയ. അതേപോലെ നമ്മ ദൈവം എത്ര വല്ലമയുള്ള ദൈവമാണ്. ദൈവജനമേ, ഇന്നൊക്കെ നിൽക്കാൻ പാടില്ല, എനിക്ക് പറയാൻ പാടില്ല. ഇത്ര ദൈവത്തിൻ്റെ കരുണ, ദൈവം ഇന്മേൽ വയ്ക്കുന്ന കരുണ നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഒത്തിരി ബുദ്ധിസ്ഥനല്ല. എൻ്റെ ചെറിയ ചേട്ടൻ അനിയത്തെ ഒത്തിരി പഠിക്കുന്നതുകൊണ്ട് ബൈബിൾ നന്നായിട്ട് വചനം എന്ത് ചെയ്യും, പഠിക്കും. പിന്നെ എനിക്ക് അത്ര ഒന്നും ഇല്ല. പിന്നെ അവൻ ദൈവത്തിൻ്റെ ബൈബിൾ എടുക്കാൻ മടിയുണ്ട്, പിന്നെ എനിക്ക് അങ്ങനെ ഇല്ല. ഹല്ലേലൂയ. ഞാൻ ഓർത്ത് ഈ ബൈബിൾ പിടിച്ച് നിൽക്കാൻ എന്നെ കലിവല്ല. അവൻ പറയുന്നില്ല, ராஜாவாகிய என் தேவனே, உம்மை உயர்த்தி உம்முடைய நாமத்தை எப்பொழுதும் என்றென்றைக்கும், അപ്പോൾ തന്നെ എപ്പോഴും என்றെன்றைக்கும் തുതിக்கிறവനക്ക് ഇതൊക്കെ ഒരു മടിയ, ദൈവനെ നോക്കാൻ ഒരു മടി വരുന്നില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, അടുത്തത് ഞാൻ പറയാം. 18ാമത് വചനം ഒരു പടി വായിക്കേ. വിളിച്ച് അപേക്ഷിക്കുന്ന എവർക്കും അത് തന്നെ ദാവീദ് ചെയ്തു. ഏത് യുദ്ധത്തിക്ക് പോയാലും, ഏത് സന്ദർഭമായാലും അവൻ പോകുന്ന സമയത്തിൽ എന്ത് ചെയ്യും? യഹോവനടുത്ത് ചോദിക്കും, ദൈവം ഞാൻ പോട്ടെ, എന്നെ കളിയുണ്ട്, ഞാൻ കസാരയിൽ ഇരുന്നാൽ മതി, കാര്യം നടക്കും, പിന്നെ ഞാൻ പോട്ടെ. അവന് കസാരയിൽ ഏറെ 40 വർഷം അവന് വനാന്തരത്തെ തിരിഞ്ഞെടുത്ത് എത്ര യുദ്ധം ചെയ്ത് അവനക്കറിയാം. 600 പേരെ കൊണ്ട് എത്ര യുദ്ധം ചെയ്തു അവൻ. പെരിയ രാജാക്കളൊക്കെ അവൻ കൊന്നു കളഞ്ഞില്ലേ. അവളെ കളിയുള്ളവനൊക്കെ പറയുന്നു, ദൈവമേ, വനാന്തരത്തിൽ 600 പേരോട് ഇരിക്കുമ്പോൾ ചോദിച്ചതാണ് ഇപ്പോഴും ചോദിക്കുന്ന കസാരയിൽ ഇരിക്കുമ്പോൾ, ദൈവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളോ കുറച്ച് പൈസ വന്ന, കുറച്ച് ഇരുന്ന് കഴിഞ്ഞ പിന്നെ കസാര കത്താവെ നോക്കനെ മത്തായി മലക്കുന്നേ. ഇതാക്ക ഇങ്ങനെ ഇപ്പോഴുള്ള കാര്യങ്ങൾ. ദൈവജനമേ, അവൻ ഈ ദൈവത്തെ എപ്പോഴും അപേക്ഷിക്കുകയാണ് ദൈവമാണ്. അതുകൊണ്ടാക്കും ദൈവൻ ഇന്ന് വരെ ഏത് പ്രസംഗം എടുത്താലും അവനോട് ഒരു വാർത്ത ഇങ്ങനെ പറയാതെ ഒരാൾ ഇരിക്കുന്നില്ല. എന്തിനാ? ദൈവത്തെ അവൻ ആകെ സ്ഥാനത്ത് കൊടുത്തു, ദൈവം അവനെ മാനിച്ചു വെച്ചു. അതിന് നമ്മൾ ആകെ സ്ഥാനത്ത് ദൈവനടുത്ത് കൊടുത്താൽ മതി. ദൈവം നമ്മളെ എവിടെ പോയാലും തല കുനിയില്ല, തല നിമിർത്ത നമ്മളെ. ആമേൻ. അതേപോലെ 19ാം വചനം വായിക്കേ. അവർ നമുക്ക് பயந்தவர்களுடைய ഹല്ലേലൂയ. നമ്മൾ നിലവിളി കേട്ട് അവൻ എന്ത് ചെയ്യും? നമ്മളെ രക്ഷിക്കും. അംബാനിയൊക്കെ അപ്പാനെ വിളിക്കാൻ ഒരാളില്ല. അപ്പാനെ വിളിക്കാൻ അവനക്ക് എന്തില്ല, കളിവില്ല. നമുക്ക് അങ്ങനെ ഇല്ല. എവിടെ പോയാലും അപ്പാനെ വിളിക്കാം. അവനക്ക് എത്ര ബുദ്ധിമുട്ടൽ വന്നാലും അവൻ ഡോക്ടർ കളിയുള്ള ആൾക്കാരെ നോക്കണം. അവൻ അങ്ങനെ ഇല്ല. അവനെ ഉണ്ടാക്കി അവനക്ക് കളിവ് കൊടുത്ത ദൈവനാക്കി നമ്മൾ ആരാധിക്കുന്നു. അവനക്കല്ലാത്തത് നമുക്കുണ്ട്. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സമയമില്ലെങ്കിൽ നമുക്ക് അങ്ങനെയില്ല. നമുക്ക് 1 മിനിറ്റ് കുടിച്ച് നമ്മൾ അപ്പനെ വിളിക്കാം. ഹല്ലേലൂയ. പറയുന്നില്ലേ? അവൻ ഒവ്വൊരു വചനമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചു കൊണ്ടുപോയി അപ്പനെ പോയിക്കൊണ്ടേയിരിക്കും. അവൻ ദാവീദിന്റെ ശ്രേഷ്ഠം ഇതാണ്. അവൻ ദൈവത്തിന് മുൻപാകെ വൈത്തിട്ട് ഏത് സമയത്തും അവനെ വിളിക്കുന്നത്. അതാണ് ദൈവം അവനെ കരുന്നു. അവൻ നിലവിലെ ദൈവം എന്ത് ചെയ്തു? ഉടനെ ഓർക്കുന്ന ദൈവം. ദൈവമക്കളെ, നമ്മളുടെ നിലവിളി ഓർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആരാധനയ്ക്ക് നമുക്ക് മുഖ്യം കൊടുത്താകണം. ദൈവം, ഞാൻ ഇവിടെ സാക്ഷിയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല അവന്മാർക്ക് എന്നെ വിശ്വാസം എങ്ങനെ. ഏത് സാഗരത്തിലും ദൈവം നോക്കിയതുണ്ടാക്കും. താൻ നിൽക്ക വേണ്ടിയ സാഗരത്തിൽ നിന്നിച്ചപ്പോൾ ദൈവം കൊണ്ടുപോയി നടാൻ പോകുന്ന ദൈവം. ഹല്ലേലൂയ. അതിന്റെ 20ാമത്തെ വചനം, കർത്തർ. ഹല്ലേലൂയ.
എന്തിനാണ്? നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ സ്നേഹിച്ചാൽ മാത്രം മതി, നമ്മ മിണ്ട വേണ്ട. നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ മാത്രം മതി. ഇളക വേണ്ടിയതൊക്കെ ചിലത് ഇളകും, മാറ വേണ്ടിയതൊക്കെ മാറും. പറഞ്ഞില്ല, ഇന്നലെ പറിച്ച് നമ്മൾ എന്ത് ചെയ്തു? മാറ്റും. നമ്മളെ വിരോധമായിരിക്കും എത്ര പറിച്ച് മാറ്റിക്കളയും. അമേൻ. അതിന് ആരാധനയ്ക്ക് ശക്തിയാണ്. ദൈവമക്കളെ, ആരാധനയിൽ വീരൻ പറയാൻ കാരണം ഇതന്നെ. അവൻ ചെറുപ്പക്കാലം കൊണ്ട് മരിക്കും വരയിൽ അവൻ ദൈവനെ ആരാധിച്ചു. അതുകൊണ്ട് ദൈവൻ അവനെ മാനിച്ചു വെച്ചു. അമേൻ. 21ാമത് വചനം നമ്മൾ പഠിക്കുമ്പോ ഹല്ലേലൂയ. നോക്കിയേ, അവൻ മരിക്കും സമയത്തിൽ ദൈവത്തെ ആരാധിച്ചു പോയതാണ്. തനക്കുള്ള എല്ലാവற்றைയും ദൈവ ആലയത്തിൽ കൊടുത്തവനാണ്. മറ്റവരും കൊടുക്കാൻ ഉത്സാഹിക്കത്തവനാണ്. എങ്ങനെയുള്ള ദൈവം! ദൈവജനമേ, നമ്മൾ ആരാധിക്കാം. നമ്മൾ എവിടെ പോയാൽ മടി കാണിക്കാതിരുന്ന ദൈവം നമ്മൾ എങ്ങനെയൊക്കെ മാനിക്കും. നമ്മൾ ഒരു മനുഷ്യർക്ക് മുൻപാകെ നമ്മളെ താഴ്ത്തുകയില്ല. ദൈവം നമ്മൾ നിമിർത്തയെ ചെയ്യും. തല കുനിഞ്ചു പോകുന്നില്ല, തല നിമിർത്തയെ ചെയ്യും. അങ്ങനെയുള്ള ദൈവത്തെയൊക്കെ നമ്മൾ ആരാധിക്കുന്നു. ആമേൻ. നാം അവസാനിക്കുന്ന വചനം ലാസ്റ്റ് എപ്പോഴും என்றைக்கும் ஸ்தோத்தரிப்பேன். அவன் 1-2வது வசனத்தை எப்பொழுதும் தேவனை ஸ்தோத்தரிക്കുക, எப்பொழுதுം தேவனை സ്തുതിക്കുക. അവൻ എഴുതിയത് മുടിച്ചത് എവിടെയാണ്? അങ്ങനെയാണ് മുടിച്ചത്. നമ്മളെ ജപത്തിൽ അങ്ങനെ തന്നെ സ്തോത്രത്തോട് നമ്മൾ തുടങ്ങിയ നമ്മൾ സ്തോത്രത്തോട് മുടിക്കണം. അത് മുടിക്കുമ്പോൾ നാം പ്രതിഫലം കാണും. ദാവീദ് എല്ലാം അങ്ങനെ തന്നെ അവൻ സ്തോത്രം ചെയ്ത് തുതിച്ചു, അവൻ ആരാധിച്ചു. ദേവൻ അവനെ കൊണ്ടുപോയി നിർത്തിയ വലിയ സ്ഥാനത്തിലോ അവൻ അവസാനിക്കുന്ന സമയത്തിലോ അവൻ സ്തോത്രത്തോട് മുടിക്കുകയാണ്. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവമക്കളെ, നാം ആരാധിച്ചു കഴിഞ്ഞാൽ ദേവൻ നമ്മളുടെ തലമുറകളെ മാനിക്കും. നമ്മൾ ഒന്നും പറയണ്ട, നമ്മൾ ആരാധിക്കുന്ന കണ്ട് നമ്മൾ മക്കൾ വന്ന് ആരാധിക്കും. ഹല്ലേലൂയ. ഈ കാര്യങ്ങളിൽ നമ്മൾ ഓർക്കണം. എവിടെ പോയാലും നമ്മളെ കളിവല്ല. അവൻ ആരാധിക്കാം. അവൻ ദേവനെ തുതിത്ത് പാടി തുടങ്ങിയത്, അവൻ സ്തുതിத்து பாடி தேவனை முடித்தான். நம் வாழ்க்கையிலே நாம் தேவனை பாடி துதித்து தொடங்கியதை நாம் பாடி நாம் முடிக்கும் போது அது ஒரு பெரிய ஆசீர்வாதமாய் மாறும். ஏனென்றால் அவன் கர்த்தரை நான் எக்காலத்திலும் ஸ்தோத்தரிப்பேன், அவர் துதி எப்பொழுதும் என் வாயில் இருக்கும். ஏன்னு தெரியுமா? அவனுக்கு தெரியும், இந்த கசாரையில் வந்து இருந்தது எனக்கு வேற ஒன்றும் இல்லை, எனக்கு படிப்பல்ல, யுத்த வீரன் அல்ல, இந்த கசாரையில் இருந்ததை இருக்க வச்சது என் தெய்வம். நான் துதிச்சதுனால தானே, நான் ஸ்தோத்திரம் செய்ததுனாலே. அவன் ஸ்தோத்திரம் செய்தா போதும், கர்த்தர் நம்முடைய வாழ்க்கையில ஆசீர்வாதத்தை தருவார். நம் கர்த்தருடைய சமூகத்தில் ஆராதிச்சா மாத்திரம் போதும், நமக்கு வேண்டியதை கர்த்தர் தருவார். நம்மக்கிட்ட இல்லாதவைகளை நமக்கு தேவையான நேரத்தில் கர்த்தர் தர வல்லவர். ஹல்லேலூயா. தேவஜனமே, நம்ம ஆராதிக்கிறது யார் என்று நம்ம ஓர்க்கணும். ஸ்டாண்டர்டு மத்தியில் போயாலும், ஸ்டாண்டர்டு இல்லாத இடத்துக்கு போயாலும் தாவீதை போல ஆராதிச்சு കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ഒരു അനുഗ്രഹം കിട്ടുന്നില്ല. ദൈവജനമേ, എവിടെ പോയാലും നമ്മൾ സ്റ്റാൻഡേർഡ് നോക്കാതെ ആരാധിച്ച് കഴിഞ്ഞെങ്കിൽ ദൈവം നമ്മളെ മാനിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇവിടെയൊക്കെ പറയുന്ന എന്നറിയ പറയാം. ഈ ചേട്ടൻ, ഈ ബ്രദർ കസാരയിൽ ഇരുന്നിരുന്ന് മടുത്ത് പോയാക്കുന്ന കീഴെ ഇരിക്കാൻ അപേക്ഷിച്ചപ്പോൾ ദൈവം ചെയ്തതില്ലേ? അതന്നെ. നമ്മൾ ചെറിയ ചെറിയ കാര്യമായിരിക്കാം, പിന്നെ അത് ദൈവം വലുതായി നോക്കുന്നു. അത് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. ഈ സമയത്തിൽ ദൈവജനമേ, നമ്മൾ ഏത് സമയം ഓർക്കാം ഒരേ കാര്യം മാത്രം. ദേവൻ നമ്മെ ഓർത്താൽ അവൻ നമ്മെ ഓർക്കും. ദൈവം നമ്മെ ആദിച്ചാൽ അവൻ നമ്മളെ എവിടെയും തല കുനികയില്ല, തല നിമിർത്തയും ചെയ്യും. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. എവിടെ പോയാൽ നമ്മളെ ഓർത്താൽ മതി, ദൈവം നമ്മോട് നമ്മളെ നടത്തും. ഹല്ലേലൂയ. ഈ വചനം സംസാരിക്കാം. ദൈവം എനിക്ക് ബലം തന്ന കൃപയ്ക്കായി സ്തോത്രം. അതേപോലെ ഈ സമയത്തെ കൊടുത്ത ദൈവ മക്കൾക്കും ദേവദാസനക്കും ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ അറിഞ്ഞിടാതെ പോയ